എറണാകുളം കോട്ടപ്പടിയിൽ ആന കിണറ്റിൽ വീണു. വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ആന വീണത്. 10 വയസ്സോളം പ്രായമുള്ള കൊമ്പനാണ് രാത്രി കിണറ്റിൽ വീണത്. ദൃശ്യങ്ങളാണ്, ആന കിണറ്റിൽ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, എങ്ങനെയാണ് ഈ ആന വീണത്? ഇപ്പോൾ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണല്ലേ? എങ്ങനെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? ജയലക്ഷ്മി, കോട്ടപ്പടി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കാട്ടാന ശല്യമുള്ള ഭാഗമാണ്. ഈ കോട്ടപ്പടിയിൽ തന്നെ നിരവധി സമയങ്ങളിൽ കാട്ടാനകൾ ഇതുപോലെ കിണറ്റിൽ വീണിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ സംഭവമാണ്. അത്തരത്തിൽ സ്ഥിരമായി ആനക്കൂട്ടം ഇറങ്ങി വരികയും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ കോട്ടപ്പടി വടക്കും ഭാഗത്തെ വീച്ചാട്ട് വർഗീസിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ ആന കിണറ്റിൽ വീണിരിക്കുന്നത്. ഈ കിണർ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക്, അതായത് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ്. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ഈ ആനയെ കയറ്റി വിടുന്നതിന് പ്രതിഷേധിക്കുകയാണ്. അവർ ജനപ്രതിനിധികൾ എത്തണം, മതിയായ നഷ്ടപരിഹാരം നൽകണം, ഈ കിണർ പഴയതുപോലെ ആക്കി കൊടുക്കാനുള്ള നടപടികൾ വേണം, എന്നാൽ മാത്രമേ ഈ ആനയെ കയറ്റിവിടാൻ അനുവദിക്കൂ എന്ന രീതിയിൽ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും വനപാലകർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരെ അവരുമായി സംസാരിച്ച ഒരു ചർച്ചയിലൂടെ പ്രശ്നത്തിനൊരു പരിഹാരം സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ടാകും. കാരണം സ്ഥിരം ഈ ആനശല്യമുള്ള പ്രദേശമാണെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇപ്പോൾ ഈ കിണറ്റിൽ തന്നെ തുടരുകയാണ് ഈ ആന. അപ്പോൾ ഇത് ആനയെ പുറത്തെത്തിക്കുക ശ്രമകരമായ ഒരു ദൗത്യമാകുമോ? തീർച്ചയായും ജയലക്ഷ്മി, ഈ കിണറ്റിൽ നിന്ന് ആനയെ കയറ്റി വിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് JCB അടക്കം എത്തിച്ച് അതിന്റെ സൈഡ് പൊട്ടിച്ച് വേണം ആനയെ മുകളിലേക്ക് കയറ്റി വിടാൻ. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ട്. അവർ പറയുന്നത് ജയലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി കാട്ടാന ഇറങ്ങി ശല്യം ചെയ്യുന്നു, അവരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. ഇപ്പോൾ അവരുടെ കുടിവെള്ള സ്രോതസ്സായ കിണറ്റിൽ വന്ന് ആന വീണിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണുള്ളത്. അത് തണുപ്പിച്ചാൽ മാത്രമേ വനം വകുപ്പിന് അവരുടെ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ജനപ്രതിനിധികൾ എത്തണം, ഉന്നത വനപാലകരെത്തണം. അതിനുശേഷം എന്തായാലും കാട്ടാനശല്യം ഉള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വീട്ടിലെ കിണറ്റിലാണ് വീണിട്ടുള്ളത്. അവരുടെ കുടിവെള്ളം മുട്ടി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കിണറൊക്കെ ആകെ നാശമായി. ഇനി ഈ ആനയെ പുറത്തെത്തിക്കണമെങ്കിലും അത് പൊട്ടിച്ചൊക്കെ വേണം പുറത്തെത്തിക്കാൻ. അപ്പോൾ എന്തായാലും വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ്. പ്രതിഷേധവും ആളുകൾ ഉയർത്തുന്നുണ്ട്. ബിനിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.